ഭഗവാൻ ശിവനും മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിനും ജനിച്ച പുത്രനാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പനെ ഹരിഹരപുത്രൻ എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ദുഷ്ടശക്തികൾ ശക്തരായപ്പോൾ അവരെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അയ്യപ്പൻ അവതരിച്ചത്. അയ്യപ്പൻ ജനിച്ച ഉടൻ തന്നെ ശിവൻ അദ്ദേഹത്തെ പമ്പാ നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു. അക്കാലത്ത് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരുന്ന പന്തളം രാജാവ് രാജശേഖരൻ ഈ കുട്ടിയെ കണ്ടെത്തുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു. കഴുത്തിൽ മനോഹരമായ ഒരു മണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് അദ്ദേഹത്തിന് മണികണ്ഠൻ എന്ന് പേര് നൽകി. മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ ദേവന്മാരെയും ലോകത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു അസുരശക്തിയുണ്ടായിരുന്നു. മഹിഷി എന്നായിരുന്നു അവളുടെ പേര്. ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ഒന്നുചേർന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം അവൾക്ക് ലഭിച്ചിരുന്നു. അതായത് ഹരിഹരപുത്രന് മാത്രമേ അവളെ വധിക്കാൻ കഴിയൂ. മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ രാജാവിന്റെ എല്ലാ പ്രജകൾക്കും പ്രിയങ്കരനായി മാറി. ധൈര്യവും ജ്ഞാനവും ഒരുമിച്ച ഈ രാജകുമാരനെ അടുത്ത യുവരാജാവായി വാഴിക്കാൻ രാജാവ് തീരുമാനിച്ചു. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ രാജ്ഞിക്കും രാജാവിനും സ്വന്തമായി ഒരു മകൻ പിറന്നു. രാജ്ഞിക്കും അവളുടെ ദുർബുദ്ധിയായ സഹോദരൻ മന്ത്രിക്കും സിംഹാസനം രാജ്ഞിയുടെ മകന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മണികണ്ഠൻ രാജാവായാൽ അത് നടക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ മന്ത്രി ഒരു കുതന്ത്രം ആസൂത്രണം ചെയ്തു. രാജ്ഞിക്ക് കഠിനമായ രോഗം ആണെന്ന് മന്ത്രി കള്ളം പറഞ്ഞു പരത്തി. വൈദ്യൻ രാജസദസ്സിൽ വന്ന് പ്രഖ്യാപിച്ചു, മഹാരാജാവേ, രാജ്ഞിയുടെ രോഗം മാറണമെങ്കിൽ പുലിപ്പാൽ മാത്രമേ മരുന്നായുള്ളൂ. എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവരണം. പുലിപ്പാൽ. അത് കേട്ട് കൊട്ടാരം അമ്പരന്നു. വന്യമൃഗങ്ങൾ നിറഞ്ഞ വനത്തിൽ കയറി പുലിപ്പാൽ കൊണ്ടുവരിക എന്നത് ജീവൻ പണയം വെച്ചുള്ള ദൗത്യമാണ്. ഈ ദൗത്യത്തിനിടയിൽ മണികണ്ഠൻ വനത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്നും അതോടെ തങ്ങളുടെ മകന് രാജാവാകാൻ വഴി തുറക്കുമെന്നും രാജ്ഞിയും മന്ത്രിയും കണക്കുകൂട്ടി. എന്നാൽ മണികണ്ഠൻ വെറുമൊരു രാജകുമാരനായിരുന്നില്ല. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ മണികണ്ഠൻ, ഞാൻ പോയി പുലിപ്പാൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വനത്തിലേക്ക് യാത്രയായി. വനത്തിൽ വെച്ച് ലോകത്തെയാകെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന മഹിഷി എന്ന അസുരശക്തിയുമായി മണികണ്ഠൻ ഏറ്റുമുട്ടി. ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ഒന്നുചേർന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാനാകൂ എന്ന വരബലമുണ്ടായിരുന്ന മഹിഷിക്ക് മണികണ്ഠന്റെ രൂപത്തിൽ വന്ന തന്റെ അന്തകനെ തിരിച്ചറിയാനായില്ല. ഉഗ്രമായ യുദ്ധത്തിനൊടുവിൽ മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ചു. ഇതോടെ മണികണ്ഠന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി. മണികണ്ഠനാൽ വധിക്കപ്പെട്ട മഹിഷി ശാപവിമുക്തയായി മാളികപ്പുറത്തമ്മ എന്ന സ്ത്രീയായി മാറി. അവൾ മണികണ്ഠനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മണികണ്ഠൻ താൻ നിത്യബ്രഹ്മചാരിയാണെന്നും ശബരിമല കയറാൻ പുതിയ അയ്യപ്പന്മാർ വരാതിരിക്കുന്ന ഒരു കാലത്ത് വിവാഹം കഴിക്കാം എന്നും മാളികപ്പുറത്തമ്മക്ക് വാക്കു നൽകി. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ തനിക്കായി ക്ഷേത്രം പണിയണമെന്ന് പന്തളം രാജാവിനോട് ആവശ്യപ്പെട്ടു. ലോകത്തിന് എന്നും ആശ്രയമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായി മണികണ്ഠൻ ശബരിമല എന്ന മലയിൽ ശ്രീധർമ്മശാസ്താവായി ഇരിപ്പുറപ്പിച്ചു. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.